ഭർത്താക്കന്മാരാണെങ്കിൽ എത്രയും അകന്ന് നിൽക്കുന്നു അത്രയും നല്ലതാണെന്ന് നമ്മൾ പറയും. പക്ഷേ ഇന്ന് എൻ്റെ കൂടെയുള്ള ഭാര്യയും ഭർത്താവും ഊണിലും ഉറക്കത്തിലും എന്തിന് ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ ഒരുമിച്ചിരിക്കുന്ന രണ്ടാളുകളാണ്. ആൻഡ് ഐ തിങ്ക് കേരളത്തിൽ അങ്ങനെ ഈ രണ്ട് ഭാര്യ ഭർത്താക്കന്മാരെ കാണുള്ളൂ ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ ഒരുമിച്ചുള്ളത്. ആൻഡ് ആ ഡോക്ടേഴ്സ് കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കിൻഡർ ഹോസ്പിറ്റലിലെ ജനറൽ സർജറി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റുകളാണ്. ഡോക്ടർ രോഹിത് ആൻഡ് ഡോക്ടർ ശരണ്യ, വെൽക്കം ടു ആരോഗ്യം. Thank you so much. ഞാൻ ആദ്യം പറഞ്ഞ ആ ഇൻട്രോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. Actually true ആണ്, not very common. അല്ലേ? നിങ്ങളുടെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഇതുപോലെ ഒരേ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന കപ്പിളായിട്ടുള്ള ആൾക്കാരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ടോ? ഉണ്ട്, നമുക്ക് പരിചയമുള്ള 1-2 കപ്പിൾസ് ഉണ്ട്, പക്ഷേ Definitely very rare. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞ ആ സെന്റൻസോ ഈ ഭാര്യ ഭർത്താക്കന്മാർ നമ്മൾ പറയുമല്ലോ ചിലപ്പോൾ കപ്പിളാണോ എങ്കിൽ അറ്റ്ലീസ്റ്റ് വർക്കിന്റെ സമയത്തെങ്കിലും മാറി നിൽക്കുന്നതാണ് ഇടി അത്രയും കുറയുന്നത്, ശരിയാണോ? കംപ്ലീറ്റ്ലി അഗ്രി ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇറ്റ് ഇസ് ട്രൂ. അതൊരു ഭയങ്കര ഫെമിലാരിറ്റി ആണ്. നമ്മുടെ വർക്ക് എൻവയൺമെൻറ്റും സെയിം ആവുന്നു, വീട്ടിലും അഗൈൻ ഒരുമിച്ചാണ് എന്നുള്ളത്. പക്ഷേ ഞങ്ങളത് എനിക്ക് തോന്നുന്നു കുറച്ച് കോൺഷ്യസ്ലി അതിൽ കുറച്ച് എഫേർട്ട് ഇട്ട് വലിയ ഇഷ്യൂസ് ഇല്ലാതെ കൊണ്ടുപോകാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് കോൺഷ്യസ്ലി എഫേർട്ട് ഇടുന്നത്? ദാറ്റ് മൈറ്റ് ബി ഹെൽപ്ഫുൾ ബാക്കിയുള്ളവർക്ക്. എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ടുപേരും വർക്ക് നല്ലപോലെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ വി ആർ വെരി ഹാപ്പി ഇൻ അവർ വർക്ക് സ്പേസ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിലുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ വിട്ട് വീട്ടിലേക്ക് വരിക എന്ന് പറയുന്ന ഒരിത് ഞങ്ങൾക്കില്ല. ആക്ച്വലി നമ്മൾ വീട്ടിൽ വന്നാലും കുറേ ഹോസ്പിറ്റലിലെ കേസസിൻ്റെ കാര്യം പേഷ്യൻസിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ ഈവൻ വെൻ വി വർ നോട്ട് വർക്കിംഗ് ടുഗെദർ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു. ആൻഡ് ഐ തിങ്ക് ആ ഒരു സ്പേസിൽ ഞങ്ങൾ അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. അങ്ങനെയുള്ള ഹെൽത്തി ഡിസ്കഷൻസ് ഒക്കെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യും. ഇൻഫാക്ട് ഞങ്ങൾ ഈവൻ ഒരു എന്തെങ്കിലും നമ്മൾ ഔട്ട് ഓഫ് ദ റുട്ടീൻ ചെയ്യുന്ന ഒരു കേസൊക്കെ ഉണ്ടെങ്കിൽ വി ലിറ്ററലി പ്ലാൻ ഇറ്റ്, യുനോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞങ്ങൾ ഇരുന്നത് പ്ലാൻ ചെയ്തു. സോ ആ ഒരു ഇതൊക്കെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. സോ മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ് അങ്ങനെ ഒരു ഫ്രിക്ഷൻ ഇതുവരെ വന്നിട്ടില്ല. ഈ കറക്ഷൻസ് നടക്കുമോ? കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പാർട്ട്നേഴ്സ് ഉണ്ടാവാറുണ്ട്. ചില കമ്പനികളിൽ ദർ ഇസ് എ റൂൾ, പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ദേ കാൺ വർക്ക് ടുഗദർ. ഒരു അങ്ങനെ കുറേ കമ്പനികളുണ്ട്. പക്ഷേ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ മേ ബി ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിരിക്കും. ഇത് സെയിം ഡിപ്പാർട്ട്മെന്റുമാണ്. ലിറ്ററലി ഞാൻ പറഞ്ഞ പോലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ സെയിം അല്ലേ, ഒരുമിച്ചുള്ള അവസ്ഥ. ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ കറക്ഷൻസ് സംഭവിക്കുമല്ലോ. അതായത് ഇപ്പം ആ ചെയ്തത് ശരിയായില്ല കേട്ടോ, അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവോ? അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒരുപാട് ഉണ്ടാവാറുണ്ട്. കാരണം പ്രൊഫഷണൽ ഡിസിഷൻസ് ആർ ഡിഫറെൻറ്റ് അല്ലേ, ഇറ്റ് ഡസൻറ്റ് ഹാവ് ടു ബി ദ സെയിം. പക്ഷേ ഞങ്ങളങ്ങനെ ഒരു ആർഗ്യുമെൻറ്റിലേക്ക് പോവാറില്ല. നമ്മൾ എന്താ പറയുക, ഈച്ച് അതേഴ്സ് ഇൻപുട്ട് നമ്മൾ ആവശ്യമുള്ള എല്ലാ കേസസിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹെൽത്തി ഡിസ്കഷനിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ നോക്കാറുണ്ട്. ആൻഡ് സോ ഫാർ ഐ തിങ്ക് ഇറ്റ് ഈസ് ഹാപ്പൻഡ്. പേഷ്യൻ്റ് പ്രയോറിറ്റി ആണ് നമ്മൾ നോക്കുന്നത്. സോ ഈവൻ വി ഗോ വിത്ത് വാട്ട് ഇസ് ദ ബെസ്റ്റ്. ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ അങ്ങനെ ഒരു നമ്മളിപ്പം ഉദ്ദേശിക്കുന്ന ഈഗോ ആണല്ലോ കൂടുതൽ, പ്രൊഫഷണൽ ഈഗോ ഉണ്ടാവും. ഈഗോ മാത്രമല്ലല്ലോ, നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തത് ഇപ്പം ഒരു ആസ് എ പ്രൊഫഷണൽ നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചെയ്ത രീതി ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അത് നമ്മൾ കറക്റ്റും ചെയ്യുമല്ലോ, നീ അതങ്ങനെ ചെയ്യണ്ട കേട്ടോ, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. അങ്ങനത്തെ കറക്ഷൻസ് സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു ഇൻ എ പോസിറ്റീവ് വേ കറക്ഷൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവാറുണ്ട്. പക്ഷേ വി ടേക്ക് ഇറ്റ് ഇൻ ദ ഗുഡ് സെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അൾട്ടിമേറ്റും എന്താ ഉദ്ദേശിക്കുന്ന പേഷ്യൻ്റ് കെയറും പേഷ്യൻ്റ് സേഫ്റ്റിയാണ്. ആ ഒരു ജഡ്ജ്മെൻറ്റിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ ഒരു ഇഷ്യൂസ് അങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല, ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പം നമ്മൾ ആസ് പ്രൊഫഷണൽസ്, ഇപ്പം ഭാര്യ ഭർത്താവായിട്ടല്ലാണ്ട് ആസ് പ്രൊഫഷണൽസ് നോക്കുമ്പോൾ നമ്മൾ മറ്റേ ആളിൽ പാർട്ട്ണറിൽ കാണുന്ന ഒരു ഭയങ്കര ക്വാളിറ്റി ഉണ്ടാവുമല്ലോ. വാട്ട് ഇസ് ഇറ്റ് ഇഫ് ഐ ആസ്ക് യു? If you ask me, I think he's very patient with everything. ഓരോ കാര്യത്തിലും ഒരു ഡിസിഷൻ എടുക്കാനും ചിലപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഉണ്ട് വെൻ ഇറ്റ് കംസ് ടു സർജറി. ചിലത് നമ്മുടെ സ്പോട്ട് ഡിസിഷൻസ് ആണ്, നമ്മൾ പെട്ടെന്ന് ഇൻ്റർഫിയർ ചെയ്യേണ്ട ഡിസിഷൻസ് നമുക്ക് ഒരുപാട് വരാറുണ്ട്. അതല്ലാതെ കുറച്ച് ചിലപ്പോൾ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ച് നമുക്കൊന്ന് ആലോചിച്ചെടുക്കേണ്ട ഡിസിഷൻസും വരാറുണ്ട്. സോ ഐ തിങ്ക് ഹീസ് ഗുഡ് വിത്ത് ബോത്ത്. യുനോ, പെട്ടെന്ന് എടുക്കേണ്ട ഡിസിഷൻസ് ആണെങ്കിലും ചിന്തിച്ചെടുക്കേണ്ട ഡിസിഷൻസ് ആണെങ്കിലും ഐ തിങ്ക് ഈസ് വെരി പേഷ്യൻറ്റ് വിത്ത് ദോസ് ഡിസിഷൻസ്. ആൻഡ് വേറൊരു നല്ല ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുള്ള ഹീസ് വെരി റിസെപ്റ്റീവ്. അതായത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കമൻറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് ഇത് ശരിയായില്ല എന്ന് പറയുകയാണെങ്കിൽ അതിനെ ഒരു നെഗറ്റീവ് രീതിയിൽ എടുക്കാതെ നല്ല പോസിറ്റീവായിട്ട് എടുക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഐ തിങ്ക് ദാറ്റ് ഇസ് എ വെരി ഗുഡ് തിങ്, എസ്പെഷ്യലി ഞങ്ങളുടെ പ്രൊഫഷനിൽ. ബിക്കോസ് പല സിറ്റുവേഷൻസിലും നമുക്ക് ഇതുപോലെ ഒരു ഹെൽപ്പ് വേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് വേർ യുനോ യുവർ ഈഗോ ഷുഡൻ പ്ലേ. അതായത് നമ്മളാണ് സുപ്പീരിയർ എന്ന് വിചാരിച്ച് നമ്മൾ ആക്ട് ചെയ്യരുത്. യുനോ യു ഷുഡ് ഓൾവേസ് ആസ്ക് ഫോർ ഹെൽപ്പ്. അതാണ് ഞങ്ങളുടെ പ്രൊഫഷനിൽ ഞങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സാധനം. അത് വെനെവർ യു ആർ ഇൻ ട്രബിൾ ആസ്ക് ഫോർ ഹെൽപ്പ് എന്നുള്ളത്. സോ ഐ തിങ്ക് അത് ഒരു ഈഗോ ഇല്ലാതെ ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിലും ഇനി വേറെ ആരാണെന്നുണ്ടെങ്കിലും ആ ഒരു ഹെൽപ്പ് സീക്കാനുള്ള മെൻറ്റാലിറ്റി ഐ തിങ്ക് ദാറ്റ് ഇസ് വെരി ഗുഡ്. ഡോക്ടർ രോഹിത്,
ഫോർ മീ ആസ് എ സർജൻ എനിക്ക് തോന്നുന്നു ഭയങ്കര മെറ്റിക്കുലസ് ആണ്. ആസ് എ പേഴ്സൺ ഓൾസോ എല്ലാ കാര്യത്തിലും ഭയങ്കര ഒരു നോട്ട് ഓൺലി നീറ്റ്നെസ്, എവറിത്തിങ് ഹാസ് ടു ബി ഡൺ ഇൻ എ പ്രോപ്പർ മാനർ. Discipline. വെരി മച്ച് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, എസ്പെഷ്യലി ഈവൻ ഡ്യൂറിങ് സർജറീസ്. സോ ഐ ലുക്ക് അപ്പ് ടു ഹർ ഇൻ ദോസ് തിങ്സ് ഓൾസോ. ചിരിക്കുന്നു, സന്തോഷമായി എന്നൊക്കെ. ഇനി പേഴ്സണലിൽ നിന്ന് മാറി പ്രൊഫഷനിലേക്ക് വന്നാൽ ഒരു ജനറൽ സർജറി എക്സ്പേർട്ട് എന്ന് പറയുമ്പോൾ അതൊരു വൈഡ് ടോപ്പിക്കാണ്. നിങ്ങളോട് ചോദിക്കാൻ there are millions of questions. പക്ഷെ നമ്മുടെ ടൈം കൺസ്ട്രെയിൻ കാരണം നമുക്കത് ചുരുക്കണമല്ലോ. അപ്പോൾ ഒരു ടോപ്പ് 5 പ്രയോറിറ്റിയിൽ നിങ്ങൾ ഓൺ എ ഡെയിലി ബേസിസ് എന്ന് പറയുന്ന പോലെ ഡീൽ ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സർജറീസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൂടുതലും ചെയ്യുന്നതും ഇപ്പോൾ വരുന്നതും വൺ ഇസ് ഹേർണിയ, രണ്ടാമത്തത് ഗോൾ ബ്ലാഡർ സ്റ്റോൺസ് അല്ലെങ്കിൽ കോളിസിസ്റ്റെക്ടമി എന്ന് പറയും, പിന്നെ തൈറോയിഡ് സർജറീസ്, ബ്രസ്റ്റ് ലംസ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ സർജറീസ്, പിന്നെ എമർജൻസി സിറ്റുവേഷൻസ് വരുന്ന ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ, അപ്പൻഡിസൈറ്റിസ്, അങ്ങനത്തെ സർജറീസാണ് കൂടുതലും വരുന്നത്. ജനറൽ സർജറി ഡീൽ ചെയ്യുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഹേർണിയ വെച്ച് തുടങ്ങാം. ഈ ഹേർണിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഇത് ആക്ച്വലി വളരെ കോമൺ ആണ് ഈ സമയത്ത്. നേരത്തെയൊക്കെ നമ്മൾ വൺസ് ഇൻ എ വൈലാണ് ഒരു ഹേർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നത്. ഇപ്പോൾ ഇത് ഭയങ്കര കോമൺ ആയിട്ടാണ് ആളുകൾ പറയുന്നത്. അത് ഒരുപോലെ പോസിറ്റീവായിട്ട് അതിനെ ലൈറ്റായിട്ട് ആളുകൾ എടുക്കുന്നുണ്ടെന്നുള്ളതൊരു പോസിറ്റീവാണ്. പക്ഷേ ഭയങ്കര ലൈറ്റായിട്ട് എടുക്കുന്നുണ്ടെന്ന് ഉള്ളത് ഒരു പോസിറ്റീവാണ്. അത് ഹേർണിയാണെന്ന് പറയുകയാണെങ്കിൽ അതങ്ങ് പൊക്കോളും, ശരിയായിക്കോളും എന്നൊരു ഫീലും വരും. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ആക്ച്വലി ഹേർണിയ എന്ന് പറയുന്ന ഒരു അസുഖം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുടലിറക്കം എന്ന് പറയും, ബേസിക്കലി നമ്മുടെ വയറിൻ്റെ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ ആൻറ്റിയർ അബ്ഡോമിനൽ വാൾ അല്ലെങ്കിൽ ഉദരഭിത്തിയിൽ വരുന്നൊരു ഡിഫക്റ്റാണ്, ഒരു ചെറിയൊരു ഹോളാണ്. അവിടെ നിന്നാണ് നമ്മുടെ ഈ കുടൽ അല്ലെങ്കിൽ ഈ കുടലിൻ്റെ ചുറ്റുമുള്ള ഈ കൊഴുപ്പ് പുറത്തോട്ട് തള്ളി വരുന്നത്. സോ ബേസിക്കലി ആ ഒരു ഡിഫക്റ്റ് അടച്ചാലേ, അല്ലെങ്കിൽ ആ തിരിച്ച് ആ കുടൽ അകത്തോട്ട് ഇട്ടിട്ട് ആ ഡിഫക്റ്റ് അടച്ചാലേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആവത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഹെർണിയയുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദ ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഇസ് സർജറി. അതായത് അൾട്ടിമേറ്റ് അതിന്റെ കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സർജറി ആണ്. ബാക്കിയെല്ലാം സിംറ്റമാറ്റിക് മാനേജ്മെന്റ് മാത്രമേ. നമ്മുടെ പെയിൻ റിലീഫ് ആണെങ്കിലും ചിലപ്പം ക്രോണിക്കലി ഇൽ പേഷ്യൻസ് ആയിട്ടും അല്ലെങ്കിൽ അനസ്തീഷ്യ കൊടുക്കാൻ പറ്റാത്ത പേഷ്യൻസിനൊക്കെ മാത്രം നമ്മൾ അതിന്റെ കൺസർവേറ്റീവ് മെഷേഴ്സ് ആയിട്ട് പറയുന്നത് ഈ ഹെർണിയ ബെൽറ്റ് ഒരു കൺട്രോൾഡ് ഇതിൽ പെയിൻ ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ സർജറി ചെയ്യാണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത് മാറിക്കോളും, അത് ഓക്കെ ആയിക്കോളും അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ടല്ലോ. അവർക്ക് വരുന്ന റിസ്കുകൾ എന്തൊക്കെയാണ്? അതിന്റെ പിന്നെ ഒരു ലേറ്റസ്റ്റ് സ്റ്റേജ് എന്താണ്? അതുകൊണ്ടുള്ള റിസ്കുകൾ എന്തൊക്കെയാണ്? ബേസിക്കലി ഹെർണിയ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇറക്കം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേജ് ഉണ്ടാവാറുണ്ട്. ദർ ആർ ലോട്ട് ഓഫ് കോംപ്ലിക്കേഷൻസ് അസോസിയേറ്റഡ് വിത്ത് ഹെർണിയ. അത് എപ്പോഴാണ് കോംപ്ലിക്കേറ്റഡ് ആവുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഒരു ഫസ്റ്റ് നമ്മുടെ ഹെർണിയയുടെ കോംപ്ലിക്കേഷൻസ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ നമ്മുടെ ഈ പുറത്ത് തള്ളി വരുന്ന കുടൽ തിരിച്ച് അകത്തോട്ട് പോകാതിരിക്കുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ രക്തയോട്ടമൊക്കെ കുറയുമ്പോൾ ഒരു സ്ട്രാങ്കുലേഷൻ വന്ന അവസ്ഥ എത്തുമ്പോൾ ഒരു സർജിക്കൽ എമർജൻസി ആയി മാറും. കുറേ പേഷ്യൻസ് നമ്മൾക്ക് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, കുറേ നാളായിട്ടുണ്ട് ഹെർണിയ, പക്ഷെ അവർക്ക് തടസ്സമോ ബുദ്ധിമുട്ടൊന്നും ഇല്ല, അപ്പം എപ്പോഴാണ് നമുക്ക് സർജറി ചെയ്യാൻ പറ്റും, എന്താണ് നമ്മൾ അതിൻ്റെ കൂടുതൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതെന്ന് അവർ ചോദിക്കുമ്പോൾ, സോ the predictability is not there when any time of നമുക്കത് പറയാൻ പറ്റില്ല. ഇത്രയും കാലം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്ന് പറയാൻ പറ്റില്ല. പാത്രത്തിലൊരു വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ അത് ലീക്ക് ആവും. സോ ആ ഹോൾ അടച്ചാലേ ആ പാത്രത്തിന് വെള്ളം നിൽക്കത്തുള്ളൂ. ദാറ്റ് ഇസ് സെയിം വേ ഈ ഡിഫക്റ്റ് അടച്ചാലേ അത് ട്രീറ്റ്മെന്റ്, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ട് മാറുള്ളൂ. ഓക്കെ. അപ്പോൾ ഹെർണിയ ആണ് എന്ന് മനസ്സിലാക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്? മോസ്റ്റ് കോമൺ സിംറ്റം തടിപ്പ് തന്നെയാണ്. ഈ ഹെർണിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഉദരഭിത്തി അല്ലെങ്കിൽ ആൻറ്റിയർ അബ്ഡോമിനൽ വാളിൽ പല സ്ഥലത്ത് വരാൻ പറ്റും. നിങ്ങൾ ഇടുപ്പിൻ്റെ താഴെ വരാൻ പറ്റും, പൊക്കിളിന് ചുറ്റും വരാൻ പറ്റും, പൊക്കിളിൻ്റെ മുകളിൽ വരാൻ പറ്റും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹെർണിയ ഉണ്ട്. ഇൻഗ്വൈനൽ, അംബലിക്കൽ, വെൻട്രൽ വാൾ ഹെർണിയ. അപ്പം ഈ മോസ്റ്റ് കോമൺ സിംറ്റം എന്ന് പറഞ്ഞത് ആ ഒരു ഭാഗത്ത് വരുന്ന ഒരു ചെറിയൊരു തടുപ്പ് തന്നെ. നമ്മുടെ അബ്ഡോമിനൽ ഏരിയയിൽ എവിടെയാണെങ്കിലും ഒരു തടിപ്പ് വന്നാൽ ഇറ്റ് ക്യാൻ ബി ഹെർണിയ. അത് യൂഷ്വലി മിക്ക ആൾക്കാരിലും ആദ്യമേ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു വയറിനകത്ത് സ്ട്രെയിൻ കൂടുന്ന ഒരു അവസ്ഥ, അതായത് ചുമയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്നൊരു തള്ളലായിട്ട് കാണും. ഇനിഷ്യൽ സ്റ്റേജസിൽ അത് കിടന്നു കഴിയുമ്പോൾ അത് തനിയെ ഉള്ളിലേക്ക് പോകും. അങ്ങനെയാണ് യൂഷ്വലി അതിൻ്റെ സ്റ്റാർട്ടിങ് സിംറ്റം ഉണ്ടാവുക. പിന്നെ ഒത്തിരി നാൾ കഴിയുമ്പോഴാണ് ഈ അതിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് കിടന്നു കഴിഞ്ഞാലും അകത്തേക്ക് പോകാത്ത ഒരു മുഴയായിട്ട് അത് അവിടെ നിൽക്കുന്നത്. സോ മോസ്റ്റ് കോമൺലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തടിപ്പ്, ഒരു മുഴ തന്നെയാണ്. പിന്നെ അതിൻ്റെ വേദന, ദാറ്റ് ഇസ് അടുത്ത സിംറ്റമായിട്ട് വരുന്ന ആ ഒരു മുഴയിൽ വരുന്ന വേദനയും അതിന് ചുറ്റുമുള്ള ഭാഗത്ത് വരുന്ന ഒരു വലിച്ചൽ പോലെ ഒരു വേദന ഉണ്ട്, ഡ്രാഗിങ് ടൈപ്പ് ഓഫ് പെയിൻ ഉണ്ടാവാറുണ്ട്. അത് ദാറ്റ് വിൽ ബി ദ നെക്സ്റ്റ് സിംറ്റം. പിന്നെയാണ് നമ്മൾ ഈ കുടൽ തടസ്സം ഒക്കെ വരാൻ പോകുന്നത്. അതിൻ്റെ നെക്സ്റ്റ് കോംപ്ലിക്കേഷനിലോട്ട് പോകുമ്പോൾ ഈ തള്ളി വരുന്ന കുടൽ അകത്തോട്ട് പോകാതിരിക്കുമ്പോൾ നമുക്ക് മലം കറക്റ്റായിട്ട് പോകാറില്ല. ബിക്കോസ് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, വോമിറ്റിംഗ് ഉണ്ടാവും, പിന്നെ ഒരു എമർജൻസി ആയിട്ട് അത് മാറും. ദെൻ വി ഹാവ് ടു ആ പേഷ്യൻ്റ് വരുന്ന ആ ദിവസം തന്നെ നമുക്ക് സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഈ ബേസിക് സിംറ്റം എന്ന് പറയുന്നത് ഈ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ വയറിന് സ്ട്രെയിൻ ഉണ്ടാവുന്ന സമയങ്ങളിൽ ഒരു ചെറിയ തള്ളൽ പോലെ വരുന്നതാണ് ഏറ്റവും ഏർലി സിംറ്റം എന്ന് പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ വയറിന്റെ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു തടിപ്പുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഹെർണിയ, അത് ട്രീറ്റ് ചെയ്യാം. ലാസ്റ്റാണ് ഈ വോമിറ്റിങ്ങും കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, വയറ് തള്ളി വരുന്നതും
കോൺസ്റ്റിപ്പേഷൻ ഇതൊക്കെ വരാറുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് വെരി കോമൺ, ഭയങ്കര കോമൺ ആണ് ഇപ്പോൾ ഹെർണിയ. ഇതിന്റെ റീസൺ എന്താണ്? അത് നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രശ്നമാണോ? ഈസ് ഇറ്റ് ഈ പറഞ്ഞ മാതിരി ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് പോലെയാണോ? ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റില്ല, കാരണം ഹേർണിയയ്ക്ക് ഒരുപാട് കോസസ് ഉണ്ട്. പക്ഷേ അതിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് പറയുന്ന ഒരു കോസാണ് ഈ ഒരുപാട് ഹെവി ആയിട്ടുള്ള വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഹേർണിയ കുറച്ച് കോമൺ ആണെന്നുള്ളത്. പക്ഷേ അത് കൂടാതെ നമ്മുടെ വയറ്റിനകത്ത് പ്രഷർ കൂടുന്ന എല്ലാ കണ്ടീഷൻസും ഹേർണിയയ്ക്ക് കോൺട്രിബ്യൂട്ടീവ് ആണ്. അതായത് നമ്മുടെ യൂറിൻ പോകാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ കോൺസ്റ്റിപ്പേഷൻ, ഒരുപാട് നാളത്തെ കോൺസ്റ്റിപ്പേഷൻ, ഒരുപാട് നാൾ ശക്തമായിട്ടുള്ള ചുമയുണ്ടാവുന്നത്, ഇതൊക്കെ കോൺട്രിബ്യൂട്ടീവ് ഫാക്ടേഴ്സാണ്. അതേപോലെ തന്നെ അമിതമായിട്ടുള്ള ശരീരഭാരം, പിന്നെ സ്മോക്കിംഗ് ഒരു ഫാക്ടറാണ്. അതുപോലെ പ്രഗ്നൻസിയിൽ നമ്മുടെ വയറ് നന്നായിട്ട് ഡിസ്റ്റൻ്റ് ആകുമ്പോൾ മസിൽസിന് നാച്ചുറലി ഒരു വീക്ക്നെസ് വരാനും ഒരു ഡിഫക്റ്റ് വരാനും ഹേർണിയ വരാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സർജറീസ്, നമ്മൾ സർജറി ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന പോയിന്റ് എപ്പോഴും ഒരു വീക്ക് പോയിൻ്റാണ്, അതിലൂടെയും ഹേർണിയാസ് വരാം. സോ ഇത്രയും കോസസ് ഉണ്ട് ഹേർണിയാസിന്, ഔട്ട് ഓഫ് വിച്ച് ലൈഫ് സ്റ്റൈൽ നമ്മൾ പറയുന്ന പോലെ ഈ ഒരുപാട് ഹെവി വെയ്റ്റ്സ് എടുക്കുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി കുറച്ചൊരു ചാൻസ് കൂടുതലാണ്. അതായത് ഹെവി വെയിറ്റ് എടുത്ത് ജോലി ചെയ്യുന്ന ആളുകൾ അല്ലേ? ഓക്കെ, ഹെവി വെയിറ്റ് എടുത്ത് ജോലി ചെയ്യുന്ന ആളുകളല്ല, പക്ഷെ ഹെവി വെയിറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ ജിം ബ്രോസിനെയാണല്ലോ, ജിം ബഡീസ്. അപ്പൊ അവർ ഈ പറഞ്ഞ മാതിരി 150 കിലോ 100 കിലോ ഒക്കെ പൊക്കുന്ന ആളുകളുണ്ട് അല്ലേ? അവർ ഓൺ ഡെയിലി ബേസിസ്. അപ്പൊ അവർക്ക് ഹെർണിയയ്ക്ക് ചാൻസ് ഉണ്ടോ? ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷേ അതിനകത്ത് കുറേ പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് സ്ട്രെച്ച് ചെയ്യുക, അത് കൂടാതെ നമ്മുടെ കോർ മസിൽ സ്ട്രെങ്തൻ ചെയ്യുക. നമ്മളിപ്പം ബൈസെപ്സോ ട്രൈസെപ്സ് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാതെ കോർ മസിൽസ് ലൈക്ക് അബ്ഡോമിനൽ ക്രഞ്ചസ്, അബ്ഡോമിനൽ പ്ലാങ്ക്സ്, പെൽവിക് ടിൽസ്, ഇതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി അബ്ഡോമിനൽ വാൾ സ്ട്രെങ്തൻ ആകും. അപ്പോൾ പിന്നെ ഈ ചാൻസസ് വളരെ കുറവായിരിക്കും. അത് കൂടാതെ ഈ വാം അപ്പ് ചെയ്യുന്നത് പോലെ തന്നെ കൂൾ ഓഫും ചെയ്യുക. എല്ലാം വർക്കൗട്ട് കഴിയുമ്പോൾ കൂൾ ഓഫ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ് യു മസിൽസ് ഗെറ്റ് സ്ട്രെച്ച്ഡ് ഇൻ ആൻഡ് സ്ട്രെച്ച്ഡ് ഔട്ട് ഓൾസോ. അതുകൂടാതെ നമ്മൾ ഹെവി വെയ്റ്റ്സ് നമ്മൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഗ്രാജുവലി വെയിറ്റ് ഇൻക്രീസ് ചെയ്യുക. എല്ലാം ഒരേ ദിവസം അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഇൻക്രീസ് ആകുമ്പോൾ മാത്രമാണ് നമ്മുടെ അബ്ഡോമിനൽ വാളിൻ്റെ പ്രഷർ ഭയങ്കരമായിട്ട് പെട്ടെന്ന് കൂടുന്നത്. സോ ഇഫ് യു ടേക്ക് ഇറ്റ് സ്ലോ ആൻഡ് ഗെറ്റ് എ ഗുഡ് ട്രെയിനർ, the chances are very slim. ഓക്കെ, ഇപ്പം ഹെവി വെയ്റ്റ്സ് എടുക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞതിൽ കുറച്ച് എക്സാമ്പിൾസ് പറയുമോ? ഏതൊക്കെ ആളുകൾക്കാണ് അതിന് ചാൻസസ് കൂടുതലുള്ളതെന്ന്? യൂഷ്വലി നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് നല്ല ഹെവി മാനുവൽ ലേബർ ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ തന്നെയാണ്. ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഹെവി ഫിസിക്കൽ സ്ട്രെയിൻ ഓൺ എ റൂട്ടീൻ ബേസിസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് കൂടുതലും കാണാറ്. ഓക്കെ, ഇപ്പോൾ ഈ ഹേർണിയ ആയിട്ട് വരുന്ന ആളുകളെ അവരോട് കൂടുതലും ശ്രദ്ധിക്കാനും, അതായത് ഇപ്പോൾ ഒരാൾക്ക് ഹേർണിയ ഉണ്ട്, അതൊരു ഏർലി സ്റ്റേജിലാണെങ്കിൽ ആ ഹേർണിയ ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ നിങ്ങൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രദ്ധിക്കാൻ നമ്മൾ യൂഷ്വലി പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഒരുപാട് ഹെവി ആയിട്ടുള്ള വെയിറ്റ്സ് ലിഫ്റ്റ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യണം. വൺസ് ഹേർണിയ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വെയിറ്റ് ഒരുപാട് ലിഫ്റ്റ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യണം. അതുപോലെ ഈ അബ്ഡോമിനുള്ളിലുള്ള പ്രഷർ കൂടുന്ന കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ചുമയുണ്ടെങ്കിൽ ഏർലി ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ വരാതെയും മൂത്രം പോകാനുള്ള തടസ്സം വരാതെയും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഹെർണിയയിൽ നിന്ന് അടുത്തത് നമ്മൾ പിത്താശയ കല്ലുകൾ, അതാണല്ലോ പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ പിത്താശയ കല്ല് ഏറ്റവും കൂടുതൽ കൂടുന്നത്? അത് നമ്മുടെ ഭക്ഷണത്തിലൂടെ മാത്രം വരുന്നൊരു പ്രശ്നമാണോ? ഭക്ഷണത്തിലൂടെ മാത്രം വരുന്നൊരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിലൊരു ഡയറ്ററി ഫാക്ടർ ഉണ്ട്. നമ്മൾ ഒരുപാട് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് കൺസ്യൂം ചെയ്യുന്നതും ഒരുപാട് ഫാറ്റി ആയിട്ടുള്ള മീൽ കൺസ്യൂം ചെയ്യുന്നതും അതുപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അതെല്ലാം കൺസ്യൂം ചെയ്യുന്നത് കുറച്ച് കോൺട്രിബ്യൂട്ടീവ് ആണ്. പക്ഷേ അത് കൂടാതെയുള്ള ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ബേസിക്കലി നമ്മുടെ ലിവറിന് ഉൽപ്പാദിപ്പിക്കുന്ന ഈ പിത്തം അല്ലെങ്കിൽ ബൈൽ എന്ന് പറയുന്നത് നമ്മൾ ഗോൾ ബ്ലാഡറിൽ ടെമ്പററി സ്റ്റോർ ചെയ്യുന്നു. അത് നമ്മൾ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ ബൈൽ അവിടെ നിന്ന് സെക്രീറ്റ് ചെയ്ത് നമ്മുടെ ചെറുകുടലിലോട്ട് പോയി ആ ബൈലാണ് നമ്മുടെ ഫാറ്റ് മെറ്റബോളിസം അല്ലെങ്കിൽ ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് ഈ പിത്തത്തിൻ്റെ ഒരു കൊളസ്ട്രോളിലുള്ള കണ്ടൻറ്റ്, അതുപോലെ ബൈൽ പിഗ്മെൻറ്റ്സ്, അതുപോലെയുള്ള ചില ലവണങ്ങളിലുള്ള അളവിലുള്ള വ്യത്യാസം കാരണമാണ് നമുക്ക് ഈ ഗോൾ ബ്ലാഡർ സ്ലഡ്ജ് അല്ലെങ്കിൽ സ്റ്റോൺ എന്ന് പറയുന്ന സാധനം ഫോം ചെയ്യുന്നത്. സോ അതുകൂടാതെ അതിന് പല ഫാക്ടേഴ്സും ഉണ്ട്. കൂടാതെ ഈ ഗോൾ ബ്ലാഡറിൻ്റെ കൺട്രാക്ട് ചെയ്യാനുള്ളൊരു എബിലിറ്റി അതിൽ ചിലപ്പോൾ വ്യത്യാസം വന്നാൽ ഇതുപോലെ സ്റ്റോൺസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ചെറിയ ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, ചില പെർട്ടിക്കുലർ ഇൻഫെക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം ഗോൾ സ്റ്റോൺസ് ഉണ്ടാക്കും. സോ ഡയറ്റ് ഒരു ഫാക്ടറാണ്, പക്ഷെ അത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അതല്ല. അപ്പോൾ ഈ ജനറ്റിക് ഫാക്ടർ എന്ന് പറയുമ്പോൾ അതായത് നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഈ പിത്താശയക്കല്ല് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയാണോ? അങ്ങനെയല്ല, ഫാമിലിയിലുള്ള ഫാക്ടേഴ്സ് അല്ല, നമ്മുടെ സ്പെസിഫിക് ജീൻസിൻ്റെ മ്യൂട്ടേഷൻ ഉണ്ട്, അത് കാരണം കല്ലുകൾ വരാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ പിത്താശയക്കല്ല് ഉണ്ടെന്ന് നമുക്ക് ഒരു സംശയമെങ്കിലും തോന്നുന്ന വയറുവേദന വരുമ്പോഴാണല്ലോ. എങ്ങനെയാണ്? അതായത് ഇപ്പോൾ കിഡ്നി സ്റ്റോണും വയറുവേദനയാണ്, ഈ ഗോൾ ബ്ലാഡർ സ്റ്റോണും വയറുവേദനയാണ്. ഈ
ബാക്കിയുള്ള വയറുവേദനകളിൽ നിന്നും ഈ പിത്താശയക്കല്ലിൻ്റെ വയറുവേദനയാണ് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? സോ പിത്താശയക്കല്ലിൻ്റെ വേദനയ്ക്ക് പല സിംറ്റംസും ഉണ്ട്. അതിൽ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള ഒരു സിംറ്റം എന്ന് പറയുന്നത് നോക്ടേണൽ പെയിൻ എന്ന് പറയും. അതായത് രാത്രി നമ്മൾ ആഹാരം കഴിച്ച് കിടന്നതിന് ശേഷം വയറിൻ്റെ ഈ അപ്പർ റൈറ്റ് സൈഡിലായിട്ട് നല്ല ശക്തമായിട്ടുള്ള വേദന, അതിങ്ങനെ എപ്പിസോഡിക് ആയിട്ടുള്ള വേദന വരുന്നത് ഒരു ഡെഫിനറ്റീവ് ഗോൾ ബ്ലാഡർ സ്റ്റോണിൻ്റെ തന്നെ സിംറ്റമാണ്. അത് കൂടാതെ ഈ ചെറിയ ദഹനക്കുറവ് പോലെ, ബ്ലോട്ടിംഗ് പോലെ ഫീൽ ചെയ്യുന്നത്, കുറച്ച് ആഹാരം കഴിക്കുമ്പോഴേക്കും വയറ് വീർത്ത് വരുന്ന പോലെ തോന്നുന്നത്, ഇതെല്ലാം ഗോൾ ബ്ലാഡർ സ്റ്റോൺസിൻ്റെ സിംറ്റമാണ്. ഇത് കൂടാതെ ഗോൾ സ്റ്റോൺസ് കോംപ്ലിക്കേറ്റ് ആവുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ഗോൾ ബ്ലാഡറിൽ ഇൻഫെക്ഷൻ വന്ന് നമ്മൾ കോളിസിസ്റ്റൈറ്റിസ് എന്ന് പറയും. ആ ഒരു അവസ്ഥയിൽ നല്ല കഠിനമായിട്ടുള്ള വയറുവേദന, അതുകൂടാതെ പനി, വോമിറ്റിംഗ് ഇതുപോലുള്ള സിംറ്റംസ് ഉണ്ടാവും. ഇൻഫെക്ഷൻ സിംറ്റംസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പിത്താശയത്തിലിരിക്കുന്ന കല്ലുകൾ നമ്മുടെ പിത്തക്കുഴലിലോട്ട് ഇറങ്ങി അവിടെ ബ്ലോക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ജോണ്ടിസ് പോലുള്ള സിംറ്റംസ് വരും. സോ ഇതൊക്കെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള സിംറ്റംസ് ആണ് ഗോൾ സ്റ്റോൺസിൻ്റെ. ഈ പിത്താശയക്കല്ല് വന്നു കഴിയുമ്പോൾ മിക്കവാറും ആളുകൾ ഇപ്പോൾ കിഡ്നി സ്റ്റോൺ പോലെയാണ് നമ്മൾ അതിനെ ആക്ച്വലി കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വളരെ ലൈറ്റായിട്ട് എടുത്താൽ പെയിൻ സബ്സൈഡ് ചെയ്യുമ്പോൾ ആളുകൾ പിന്നെ അതിന് വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുക്കില്ല. പിന്നെ അടുത്ത പെയിൻ വന്നാലാണ് പ്രശ്നം ഉണ്ടാവുക. അത് ഓക്കെ ആണോ? അതായത് എനിക്കിപ്പോൾ അങ്ങനെ ലിറ്ററലി പ്രശ്നങ്ങളൊന്നുമില്ല, അവിടെ ഒരു സ്റ്റോൺ ഉണ്ട്, അത്രയേ ഉള്ളൂ എന്ന് പറയുന്നത് ഓക്കെ ആണോ? ഓക്കെ അല്ല. സിംറ്റമാറ്റിക് ആയിട്ട് വരുന്ന ഗോൾ സ്റ്റോൺസ് ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ നേരത്തെ ഇപ്പോൾ പെയിൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ സിംറ്റമാറ്റിക് ആയിട്ട് വരുന്ന ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഈ പെയിൻ, ഈ ഗോൾ ബ്ലാഡർ സ്റ്റോണ് ഇതിൻ്റെ ഗോൾ ബ്ലാഡറിൻ്റെ നെക്കിൽ വന്ന് ബ്ലോക്ക് ആകുമ്പോഴാണ് കൂടുതലായിട്ട് ഈ പെയിൻ വോമിറ്റിങ്ങും ഈ സിംറ്റംസ് ഒക്കെ കൂടുതലായിട്ട് വരുന്നത്. സിംറ്റംസ് ഉള്ള ഈ ഗോൾ ബ്ലാഡർ സ്റ്റോൺസ് ഉള്ള പേഷ്യൻസിന് നമ്മൾ ഡെഫിനറ്റ്ലി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കോംപ്ലിക്കേഷൻസിലോട്ട് പോകും. സോ ഡെഫിനറ്റ്ലി അത് ഫ്യൂച്ചറിൽ മാറ്റേണ്ടതാണ്. അത് കൂടാതെ തന്നെ കുറേ പേഷ്യൻസ് ഈ ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞിട്ട് വരാറുണ്ട്. അൾട്രാസൗണ്ട് സ്കാൻ എടുത്തിട്ട് അവർക്ക് ഈ ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺസ് ഉണ്ട്, അപ്പോൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? പക്ഷേ സിംറ്റംസ് ഒന്നും ഇല്ല. എന്നാൽ ഈ സിംറ്റമാറ്റിക് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കീപ്പ് എ ക്ലോസ് വാച്ച് ഓൺ ഇറ്റ്. അത് മാത്രം മതിയാവും. സിംറ്റമാറ്റിക് ഗോൾ സ്റ്റോൺസിന് മാത്രം നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി. ഓക്കെ. അതായത് വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റൊക്കെ വേണ്ടി ഇതുപോലെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ട്, പിത്താശയക്കല്ലുണ്ട് എന്ന് തോന്നുകയാണ്. അത് പക്ഷെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഇറ്റ് ഇസ് ടോട്ടലി ഫൈൻ. ഒബ്സർവ് മാത്രം ചെയ്താൽ മതി. പിന്നെ ഒരു ഈ സിംറ്റംസ് ഒക്കെ വരുമ്പോൾ മാത്രം ഒരു ഡോക്ടറിനെ അല്ലെങ്കിൽ സർജനെ കൺസൾട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ പിത്താശയക്കല്ല് വന്നു, അതിന് സിംറ്റംസ് ഉണ്ട്, അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്? സർജറി മാത്രമാണോ അതിനുള്ള ഓപ്ഷൻ? ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് സർജറി തന്നെയാണ്. നമ്മൾ കോളിസിസ്റ്റൈറ്റിസ് പിത്താശയം കല്ലല്ല എടുക്കുന്നത്. നമ്മൾ ആ ഗോൾ ബ്ലാഡറും അകത്തുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബൈലും ആ കല്ലും കൂടി നമ്മൾ ഫുള്ളായിട്ട് എടുക്കുന്നത്. നമ്മളിപ്പോൾ ഈ കിഡ്നി സ്റ്റോൺസിൽ പറയുന്ന പോലെ സ്റ്റോൺ മാത്രമായിട്ട് അല്ല, ഇത് നമ്മുടെ ഫുൾ ഗോൾ ബ്ലാഡറായിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. എന്നാലേ അതിൻ്റെ ആ ഒരു ഫുൾ ട്രീറ്റ്മെൻ്റ് ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കും അങ്ങനെ തന്നെയാണ്, അതായത് ചെറിയ വയറുവേദന അങ്ങനെയൊക്കെ വന്നാലും അങ്ങനെ തന്നെയാണ്. ഇല്ല, സ്റ്റോൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്റ്റോണിനെക്കാട്ട് പ്രോബ്ലം ആയിട്ട് പറയുന്നത് ഈ നേരത്തെ നമ്മൾ ബൈലിൻ്റെ മെറ്റബോളിസം കൂടെ അതിൻ്റെ കൂടുതലുള്ള ബാക്കി കെമിക്കൽസും കൂടിൻ്റെ അളവ് ഒരു ഓൾട്ടേർഡ് മെക്കാനിസം വരുമ്പോഴാണ് ഈ സ്റ്റോൺ ഫോർമേഷൻ വരുന്നത്. നമ്മൾ ഈ സ്റ്റോൺസ് മാത്രം എടുത്ത് കളഞ്ഞാലും ഈ ബൈലിൻ്റെ കോമ്പസിഷൻ ഓൾട്ടേർഡ് ആയിരിക്കുന്നതുകൊണ്ട് ഡെഫിനറ്റ്ലി വീണ്ടും സ്റ്റോൺസ് വരും. സോ ഗോൾ ബ്ലാഡർ സർജറിയിൽ നമുക്ക് സ്റ്റോൺ മാത്രം എടുത്ത് കളയാന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ല. സോ അത് ഗോൾ ബ്ലാഡർ ആ പിത്തത്തിനാണ് പ്രശ്നമുള്ളത്. അതുകൊണ്ട് നമുക്ക് ഗോൾ ബ്ലാഡർ ഫുള്ളായിട്ട് മുഴുവനായി റിമൂവ് ചെയ്ത് കളയണം എന്നുള്ളതാണ് ഇതിന്റെ അൾട്ടിമേറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഈ പിത്താശയം റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മുടെ ഡൈജഷനെ വളരെ എഫക്റ്റ് ചെയ്യും എന്ന് പറയുന്നത് ശരിയാണോ? അത് നമ്മുടെ ദഹനത്തിനെ ബാധിക്കും എന്ന് പറയുന്നത്? യെസ്. ഇനീഷ്യലി ഡെഫിനറ്റ്ലി ഒരു 2 to 3 months അല്ലെങ്കിൽ കപ്പിൾ ഓഫ് മന്ത്സിന് ഫാറ്റി ഫുഡ് കഴിക്കുമ്പോൾ കുറച്ചൊരു ഇൻഡൈജഷൻ ഉണ്ടാവും. പക്ഷേ ഇൻ ദ ലോങ് റൺ നമ്മുടെ ബോഡി അത് അക്ലിമറ്റൈസ്ഡ് ആവും. അതിൻ്റെ ആ ഒരു വേറെ ഇഷ്യൂസ് ഒന്നും വരാറില്ല. ഇൻ ദ ബിഗിനിങ് മാത്രം ഒരു ചെറിയൊരു, അപ്പോൾ നമ്മൾ പറയാറുണ്ട് പേഷ്യൻസിൻ്റെ അടുത്ത് ഫസ്റ്റ് 3 monthsത്തേക്ക് അവോയ്ഡ് ഫാറ്റി ഫുഡ്, അവോയ്ഡ് ഓയിലി ഫുഡ്, സോ ദാറ്റ് അവർക്ക് ഈ ഇൻഡൈജഷൻ സിംറ്റംസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അഡ്വൈസ് ചെയ്യാറുണ്ട്. ഓക്കെ. ഇപ്പം നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊന്നും ഇല്ലല്ലോ. പിത്താശയവും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൊരു സാധനമാണ്. അപ്പം ഇത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അതിനെന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ? അത് നമ്മൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു സൈഡ് ഇഫക്റ്റോ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ? ഇപ്പോൾ യൂട്രസ് ഒക്കെ എടുത്ത് കളയുന്നത് പോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടാവോ? യൂഷ്വലി അങ്ങനെ ഗോൾ ബ്ലാഡർ എടുത്ത് കളഞ്ഞുകൊണ്ട് നമുക്കൊരു പ്രകടമായിട്ടുള്ളൊരു സിംറ്റം ഒന്നും ഉണ്ടാവില്ല. ഗോൾ ബ്ലാഡറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ടെമ്പററി ആയിട്ട് ഈ ബൈലിനെ സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നതാണ് ഗോൾ ബ്ലാഡറിൻ്റെ ഫംഗ്ഷൻ. സോ വൺസ് നമുക്ക് ഗോൾ ബ്ലാഡർ ഇല്ലാത്തൊരു അവസ്ഥയിൽ ഈ സ്റ്റോറേജ് സംഭവിക്കുന്നില്ല. ലിവറിന് ഉണ്ടാക്കുന്ന ഈ ബൈൽ നമുക്ക് നേരെ പിത്തക്കുഴൽ വഴി നേരെ നമ്മുടെ ചെറുകുടലിലേക്ക് വരികയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് നമുക്ക് ഒരുപാട് ഫാറ്റ് ഉള്ള ഫുഡ് കഴിക്കുമ്പോൾ ചെറിയൊരു ഇൻഡൈജഷൻ്റെ സിംറ്റംസ് ഇനീഷ്യലി ഉണ്ടാവും. പക്ഷേ ഡെഫിനറ്റ്ലി ഇൻ ദ ലോങ് റൺ നമ്മുടെ ബോഡി അതിനോട് അഡ്ജസ്റ്റ് ആയിട്ട് പിന്നെ നമുക്ക് യൂഷ്വൽ ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ തന്നെ സാധിക്കും. ഓക്കെ. അപ്പോൾ ഈ പിത്താശയം റിമൂവ് ചെയ്ത ആളുകൾ അതർ ദാൻ ഇൻഡൈജഷൻ ഈ ഫാറ്റി ഫുഡ്സ് കഴിക്കരുത് ആദ്യത്തെ ഒരു 3 മാസം എന്ന് ചോദിച്ചാൽ, പിന്നെ ഈ പിത്താശയം റിമൂവ് ചെയ്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലോങ് റൺ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹൈ ഫാറ്റി മീൽ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ സാധാരണ ഹോം കുക്ക്ഡ് ആയിട്ടുള്ള എല്ലാ മീൽസും കഴിക്കാൻ പറ്റും. ചെറിയ അളവിൽ ഈവൻ ഫാറ്റുള്ള ഫുഡ് കഴിക്കുന്നതുകൊണ്ടും അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരാൻ സാധ്യതയില്ല.
ഓക്കെ, ശരി. ഇനി കമ്മിങ് ടു ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ, ഇത് പറയാൻ തന്നെ പാടാണ്. എന്താണ് സംഭവം ശരിക്കും? ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കുടലിന് വരുന്ന ഒരു തടസ്സം, അത്രയേ ഉള്ളൂ. സോ പക്ഷേ ഇത് പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ വരാം. യൂഷ്വലി ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ ഒരു സർജിക്കൽ എമർജൻസി ആയിട്ട് നമുക്ക് കാഷ്വാലിറ്റിയിലാണ് വരുന്നത്. പേഷ്യൻസ് യൂഷ്വലി വരുന്നത് വയറ് വല്ലാതെ വീർത്ത് വലുതായി, വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ വോമിറ്റിംഗ്, അസഹ്യമായിട്ടുള്ള വയറുവേദന, ഇങ്ങനത്തെ സിംറ്റംസിലാണ് പേഷ്യൻറ്റ് യൂഷ്വലി വരുന്നത്. സോ ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കാരണം നമ്മുടെ ഒരു സർജറിക്ക് ശേഷം സംഭവിക്കാവുന്ന കുടൽ നമ്മളിൽ ഒട്ടിപ്പിടിപ്പാണ്. ഇത് കാരണം കുടൽ തടസ്സം വരാം. അത് കൂടാതെ ഇതിനുള്ള അതർ റീസൺസ് എന്ന് പറയുന്നത് നമ്മുടെ ഹേർണിയ കാരണം, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഹേർണിയ കാരണം ഈ കുടൽ ഒരു തടസ്സം വരുന്ന അവസ്ഥയിലോട്ട് വരാം. അതുകൂടാതെ ഇൻഫെക്ഷൻസ്, ട്യൂബർക്ലോസിസ് പോലത്തെ ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ ട്യൂമേഴ്സ്, ഇത് കാരണം കുടൽ ഒബ്സ്ട്രക്ഷൻ വരാം. പിന്നെ ഉള്ളത് വോൾവുലസ് എന്ന് പറയും, അതായത് കുടൽ അതിൻ്റെ സ്വന്തം ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് വോൾവുലസ് എന്ന് പറയുന്നത്. പിന്നെ റൊട്ടേറ്റ് ചെയ്യും, അതിൻ്റെ സ്വന്തം ആക്സിസിൽ കുടൽ റൊട്ടേറ്റ് ചെയ്യും. അതുകൂടാതെ കുടലിൻ്റെ ഒരു ഭാഗം വേറൊരു ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് സ്ലൈഡ് ചെയ്ത് കയറി പോകുന്ന ഇൻറ്റുസെപ്ഷൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെ പല അവസ്ഥകൾ കാരണം ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ വരാം. ഇങ്ങനെ ഒരു മെക്കാനിക്കൽ കോസ് ഇല്ലാതെ ഈവൻ ഇപ്പോൾ ചിലപ്പോൾ ഒരു പ്രൊലോങ്ഡ് സർജറി ഒക്കെ കഴിഞ്ഞ് കുടലിനൊരു അനക്കക്കുറവ് സംഭവിക്കാം. അതേപോലെ നമ്മുടെ ശരീരത്തിലെ ചില ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ കുറഞ്ഞാലും ഇതുപോലെ കുടലിനൊരു അനക്കക്കുറവ് സംഭവിച്ച് അങ്ങനെയും ചിലപ്പോൾ ഒരു തടസ്സത്തിലോട്ട് പോവാം. അതാണ് ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ. ഇപ്പം വയറുവേദന അല്ലെങ്കിൽ വയറ് ബ്ലോട്ട് ചെയ്തിരിക്കുക, ഇതൊക്കെ കോൺസ്റ്റിപ്പേഷനും, നല്ല കോൺസ്റ്റിപ്പേഷൻ, ഇപ്പോൾ 2 ദിവസമൊക്കെ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നം ഉണ്ടായാലും ഉണ്ടാവുന്ന സിംറ്റംസ് ആണ്. ഇപ്പം പ്രോപ്പറായിട്ട് ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? കോൺസ്റ്റിപ്പേഷൻ എന്ന് നമ്മൾ പറയുന്നത് ഒരു 3 ദിവസമോ അതിലധികമോ നമുക്ക് സ്റ്റൂൾസ് പോവാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്, മലബന്ധം എന്ന് പറയുന്നത്. ഒബ്സ്ട്രക്ഷൻ പക്ഷേ അതിനെക്കാട്ടും കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. വേറെ ഈ ചിലപ്പോൾ ഈ മലം കെട്ടിക്കിടന്ന് വരെ നമുക്ക് ഒബ്സ്ട്രക്ഷൻ സംഭവിക്കാം. പക്ഷെ അത് കാരണം കുടൽ വല്ലാതെ വീർത്ത് അതിൻ്റെ കൂടെ വോമിറ്റിംഗ്, അതുപോലെ വയറുവേദന, സഹിക്കാൻ വയ്യാത്ത വയറുവേദന, ഇങ്ങനത്തെ സിംറ്റംസും. ഇതിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ഒരു സിവിയർ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഒരു സെപ്സിസിലോട്ട് പോകുന്ന ഒരു കണ്ടീഷൻ, അങ്ങനെയും വേണമെങ്കിൽ ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നം അല്ല, കോൺസ്റ്റിപ്പേഷൻ അല്ല ഇതെന്ന് നമ്മളെങ്ങനെ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇപ്പോൾ കുറച്ചധികമായിട്ട് ഈ ഹെൽത്ത് പോഡ്കാസ്റ്റ് ഞാൻ ആക്ച്വലി ഇന്നാണ് ആദ്യമായിട്ട് ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ എന്ന വാക്ക് കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ ബേസിക്കലി ഒരു കോമണർ ഇതിനെ കണക്ട് ചെയ്യുന്നത് കോൺസ്റ്റിപ്പേഷനെ. ഇത് കോൺസ്റ്റിപ്പേഷനേ അല്ല, ഇത് വേറെ എന്തോ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് നമ്മൾ പാളയംകുടം പഴം കഴിക്കുക, ഇതൊക്കെയാണല്ലോ നമ്മൾ യൂഷ്വലി ചെയ്യുക, നമ്മൾ വീട്ടിൽ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് നിൽക്കുമല്ലോ. ഇതല്ല, ദിസ് ഇസ് ഒരു ട്രീറ്റ് ചെയ്യേണ്ട സാധനം എന്ന് മനസ്സിലാകുന്നത് എങ്ങനെ? ഹൗ ഡു യു ഡിഫറൻഷിയേറ്റ് ഇറ്റ്? അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് സിംറ്റംസ് കുറേയും കൂടെ വളരെ അഗ്രസീവ് ആയിട്ടുള്ള സിംറ്റംസ് ഒബ്സ്ട്രക്ഷനിലുണ്ടാവും. ജസ്റ്റ് ഒരു മലം പോകാത്തൊരവസ്ഥ മാത്രമല്ല. ഇന്ന് മാത്രമല്ല, ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷനിൽ എപ്പോഴും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ചില ആൾക്കാർ ലൂസ് മോഷൻ ആയിട്ടായിരിക്കും വരുന്നത്. അതായത് അവിടെ കെട്ടിക്കിടക്കുന്ന നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ കണ്ടൻസും ആ ഫ്ലൂയിഡ്സും ചിലപ്പോൾ ലൂസ് ടൂൾസ് ആയിട്ട് പോവാം. സോ കോൺസ്റ്റിപ്പേഷനും ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷനും കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് സാധനങ്ങളാണ്. ഓൺലി തിങ്, സിവിയർ കോൺസ്റ്റിപ്പേഷൻ കാരണം ചിലപ്പോൾ ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ വരാം. ഇറ്റ് ഇസ് ഓൺലി വൺ ഓഫ് ദ കോസ് എന്നുള്ളതാണ്. പക്ഷേ ഒബ്സ്ട്രക്ഷൻ്റെ ഫീച്ചേഴ്സ് കുറേയും കൂടെ അഗ്രവേറ്റഡ് ഫീച്ചേഴ്സ്, സിവിയർ ഫീച്ചേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ വന്നു നിങ്ങളുടെ അടുത്ത് വന്നു ഞങ്ങൾക്ക് ഇന്റർ ഹോസ്പിറ്റലിൽ, എന്താണ് അതിൻ്റെ നെക്സ്റ്റ് പരിപാടി? ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഓരോരോ കോസിന് ഓരോരോ രീതിയിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം ഇൻഫെക്ഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ട്യൂമേഴ്സ് ആണെങ്കിലും പേഷ്യൻറ്റ് ഈ ഒരു സിംറ്റംസ് ആയിട്ട് നമ്മുടെ കാഷ്വാലിറ്റിയിൽ വരുമ്പോൾ ഒരു സർജിക്കൽ എമർജൻസി ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം ആദ്യമേ തന്നെ മാനേജ്മെൻറ്റ് നമ്മളെല്ലാം ബ്ലഡ് പാരാമീറ്റേഴ്സ് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റേതായി ആവശ്യമുള്ള സ്കാനുകൾ, CT സ്കാനുകൾ ചെയ്യും. വി വോണ്ട് ടു നോ വാട്ട് ഇസ് ദ കോസ്. ചിലപ്പം നമുക്ക് ദർ വിൽ ബി സം പേഷ്യൻസ് വെൻ വിച്ച് റീച്ച് ദ കാഷ്വാലിറ്റി നമുക്ക് ഒന്നും ടെസ്റ്റ് എടുക്കാതെ ഡയറക്റ്റ്ലി തന്നെ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ എടുക്കേണ്ടി വരാനുള്ള അവസ്ഥകളും വരാറുണ്ട്. അതൊരു സർജിക്കൽ എമർജൻസി എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റെ BP ഫോൾ ആണ്, അല്ലെങ്കിൽ പൾസും ഒന്നും വലുതായിട്ടൊന്നും കിട്ടുന്നുമില്ല. ആ സമയത്ത് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയിട്ട് നമുക്ക് വയറ് തുറന്ന് നമ്മൾ തന്നെ ആയിട്ട് അത് കണ്ടുപിടിക്കേണ്ട അവസ്ഥ വരാറുണ്ട്. യെസ്. സോ അത് അല്ലാതെ ഇഫ് ദ പേഷ്യൻ്റ് ഇച്ചിരി കൂടി സ്റ്റേബിൾ ആണെങ്കിൽ നമ്മൾ ആദ്യമേ ഒരു CT സ്കാൻ എടുത്ത് നമ്മൾ കണ്ടുപിടിക്കും ഏത് ഭാഗത്താണ് റീസണെ ട്രീറ്റ് ചെയ്യും. അപ്പോൾ സർജറി അല്ല അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എല്ലാ കോസസിലും സർജറി ഡെഫിനറ്റ്ലി അല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യം പറഞ്ഞ കോസസ്, ഇൻഫെക്ഷൻ ആണെങ്കിലും ട്യൂമേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഹേർണിയ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ കുടലിൻ്റെ ഒട്ടൽ, അദേഷൻസ് എന്ന് പറയും, അതിനൊക്കെ എല്ലാം സർജിക്കൽ തന്നെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. മറ്റ് ചില കോസസ്, ഡൈനാമിക് എന്ന് പറഞ്ഞാൽ നോൺ മെക്കാനിക്കൽ കോസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിലുള്ള ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഒക്കെ കാരണമാണെങ്കിൽ നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റിൽ തന്നെ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ചില ഒബ്സ്ട്രക്ഷൻസിൽ സബ് അക്യൂട്ട് ഒബ്സ്ട്രക്ഷൻ നമ്മൾ പറയും. പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ എല്ലാ സിംറ്റംസും ഉണ്ടാകത്തില്ല, ചില സിംറ്റംസ് മാത്രം ചിലതൊക്കെ ഉണ്ട്. അപ്പം എല്ലാത്തിനും ഒന്നും സർജറിയുടെ ആവശ്യമൊന്നുമില്ല. സോ വി കൻ കൺസേർവ് ദ പേഷ്യൻറ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ ഗ്രാജുവലി ഒന്ന് നോക്കാം. പിന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു റെസ്പോൺസും കിട്ടാത്ത അവസ്ഥയിൽ നമ്മൾ ചിലപ്പോൾ സർജറിൻ്റെ ആവശ്യം
വരാറുണ്ട്. ഓക്കെ,